ഗൈസ്, ഞാനിന്നുള്ളത് എറണാകുളം ജില്ലയിൽ നെടുങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. നെടുങ്ങാട് ഇവിടെ വന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീരമ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഉള്ളത്. നമ്മുടെ കടമക്കുടി പോലെ തന്നെ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. ഏതായാലും നമ്മൾ ഇന്നത്തെ കാഴ്ച എന്ന് വെച്ചാൽ നമ്മുടെ നെടുങ്ങാടല്ല, വീരമ്പുഴ നമ്മൾ ഇന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ എന്തൊക്കെയുണ്ട് കാഴ്ചകൾ, കാര്യങ്ങൾ, അതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് അതിന്റെ വീഡിയോയിലോട്ട് കടക്കാം. ഗൈസ്, അപ്പൊ ഞാനിവിടെ വന്നപ്പോ കണ്ടൊരു കാഴ്ച കണ്ടോ, ഒരു പഴയ ബീഡിയുടെ പരസ്യമാണ് കാണുന്നത്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഉണർവിനും ഉന്മേഷത്തിനും സാധു ബീഡി. ഒരു ബീഡിക്ക് കൊടുക്കാൻ പറ്റില്ല, കീട്ടിലും പേരുണ്ട് സാധു ബീഡി. എന്നിട്ട് എന്താ ചെയ്യണത്, ദുഷ്ടന്റെ പ്രവൃത്തിയാണ് പുള്ളിക്കാരൻ ചെയ്യണത്. അപ്പൊ ഏതായാലും നമ്മളിതിനെ പ്രൊമോട്ട് ചെയ്തതല്ല, ഒരു പഴയ പരസ്യം കണ്ടപ്പോ കാണിച്ചു എന്നുള്ളൂ. അപ്പൊ ഇതൊന്നും വാങ്ങിച്ചിട്ട് ആരും വലിയ കാര്യമൊന്നും ചെയ്യരുത്. ക്യാൻസർ പോലുള്ള നല്ല മാരകമായിട്ടുള്ള അസുഖങ്ങളൊക്കെ വന്നുപെടും. അപ്പൊ അതായാലും ഞാൻ ജസ്റ്റ് കണ്ടപ്പോ ഒന്ന് കാണിച്ചെന്നുള്ളൂ. നമ്മുടെ പഴയ ഓർമ്മകളിലോട്ട് കൊണ്ടുപോകുന്ന ഒരു പരസ്യം തന്നെ ഉണ്ട് ഇത്. പുകവലി ഏതായാലും നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരം തന്നെയാണ്. അപ്പൊ ആരും തന്നെ പുകവലി എന്ന കാര്യമൊന്നും വലിക്കാതിരിക്കുക. ഗൈസ്, അപ്പൊ നമ്മളുടെ ഈ വീരമ്പുഴയുടെ കാഴ്ചകളിലോട്ടാണ് പോണേട്ടാ. ഇവിടുത്തെ മെയിൻ കാഴ്ച എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നിറച്ച് പാടവും ഉണ്ടാവും. പാടവും കാര്യങ്ങളൊക്കെയാണ്. ഏതായാലും നമുക്ക് ഇതിൽ കൂടെ കയറിയിട്ട് നമുക്ക് അറ്റത്തോട്ട് പോവാം. ഈ വഴി നേരെ പോകുന്നതെന്ന് വെച്ചാൽ അവിടെ ഒരു ബോട്ട് ചെട്ടി ഉണ്ട് കേട്ടോ. ബോട്ട് എന്ന് വെച്ചാൽ ചെറിയ ജങ്കാറ് തന്നെയാണെന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഒരു സെറ്റപ്പ് കാര്യങ്ങളൊക്കെയാണ് അവിടെ ഞാൻ കണ്ടത്. നമുക്ക് ഈ സൈഡിൽ കൂടെയൊക്കെ ഇറങ്ങി നടന്ന് ജസ്റ്റ് അറ്റം വരെ നമുക്ക് പോയിട്ട് വരാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കടമക്കുടിയില്ലേ, കറക്റ്റ് കടമക്കുടി പോലെ തന്നെയാണ്. കടമക്കുടിക്ക് എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ അത്യാവശ്യം നല്ല ഭംഗി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കടമക്കുടിയുടെ അത്ര ഒന്നുമില്ല കേട്ടോ. ജസ്റ്റ് നമുക്ക് ഈ കാണുന്ന റോഡ് കണ്ടില്ലേ, അറ്റത്തുനിന്ന് വരുന്ന റോഡ്, ആ റോഡ് നടന്ന് കയറി വന്നിട്ട് നമുക്ക് ഇതിലൂടെ നേരെ ജസ്റ്റ് കുറച്ചുള്ളൂ ഈ സൈഡിലൂടെ കയറി അറ്റം വരെയും പോവാം. ഇവിടെ ഏറ്റവും കൂടുതൽ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോഷൂട്ട് ഉണ്ടോ, വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് അതുപോലുള്ള ഷൂട്ടുകൾക്ക് വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ പേര് നമ്മുടെ ഈ വീരമ്പുഴയിലോട്ട് വരുന്നത്. പിന്നെ നമ്മുടെ ഇവിടെ കുറച്ച് സിനിമയൊക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. മമ്മൂട്ടിയുടെ ഒരു സിനിമയുണ്ട്, ഏതായിരുന്നു സിനിമയുടെ പേര്, മധുരരാജ. ഗൈസ്, മധുരരാജയൊക്കെ ഷൂട്ട് ചെയ്തേക്കുന്നത് നമ്മുടെ ഈ വീരമ്പുഴയിലാണ്. കൂടുതലായിട്ട് എനിക്ക് ഈ സ്ഥലത്തെക്കുറിച്ചൊന്നും പറയാനില്ല കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനു വേണ്ടി കാണാനായിട്ടൊന്നുമില്ല. പക്ഷെ കാണാനായിട്ടാണെങ്കിലോ അത്യാവശ്യം നല്ല ഭംഗി കാര്യങ്ങളൊക്കെയാണ്. കാരണം നിറച്ച് പാടവും കാര്യങ്ങളും പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ പോയിക്കണ ഇതുപോലത്തെ വരമ്പ് വഴികളും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഇതിൽ കൂടെയൊക്കെ സൂക്ഷിച്ചൊക്കെ പോകണം. പാമ്പും കാര്യങ്ങളും എല്ലാ വീഡിയോയിലും പറയാറുള്ളത് തന്നെ ഇവിടെ ഉണ്ടാവും. പിന്നെ ഇങ്ങോട്ടേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഒന്നില്ലെങ്കിൽ കാലത്ത് വരിക, അല്ലെങ്കിൽ വൈകിട്ട് വരിക. അതായിരിക്കുള്ളൂ നല്ല ബെറ്റർ ടൈമിങ് കേട്ടോ. അല്ലാത്ത സമയത്ത് ഇവിടെ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ അധികം കാഴ്ചയോ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഇവിടെ കാണാനായിട്ട്. അപ്പം ഈ പോണ പോലെ തന്നെ എന്താ പറയുക, ഈ വരമ്പുകളിലൂടെയൊക്കെ നടന്ന് ജസ്റ്റ് അറ്റം വരെയൊക്കെ പോകാൻ പറ്റും. എവിടം വരെ പോകാൻ പറ്റുമെന്ന് എനിക്കും അറിയില്ല. ജസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും പോണടം വരെ പോട്ടെ. ഇപ്പോൾ ഇവിടെ വന്നേക്കണം ഞാൻ മാത്രമല്ല, എൻ്റെ ഫ്രണ്ടും ഉണ്ട് കൂടെ, ശ്രീതെന്ന പേര്. അയബാ, അവന് ക്യാമറയുടെ ഫ്രണ്ടിൽ വരാൻ ഭയങ്കര നാണും. നിനക്ക് നാണമല്ലാടാ? ഇത് മറ്റേ ബണ്ടാണ് കേട്ടോ ഗൈസ്, വെള്ളം കെട്ടി നിർത്തണ. മറ്റേ വേലിയിറക്കം വരുമല്ലോ, ആ സമയത്ത് വെള്ളം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഒരു സെറ്റപ്പ് ഒക്കെ തന്നെയാണ്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്കും അറിയില്ല. ഇതെനിക്ക് തോന്നി ഇവിടെ നടന്ന് അറ്റം വരെയും പോകാൻ പറ്റും കേട്ടോ. വേറെ പ്രത്യേക കാഴ്ചകളോ കാര്യങ്ങളൊന്നും തന്നെ ഇവിടെ ഇല്ല. നിങ്ങൾ എറണാകുളത്തുള്ളവരൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് വന്ന് കാണാനുള്ളൊരു സ്ഥലം, ഫോട്ടോഷൂട്ടിന് അടിപൊളി. അല്ലാതെ വേറെ പ്രത്യേകിച്ച് അങ്ങനെ കാണാനും വേണ്ടും അങ്ങനൊന്നുമില്ല. കൂളായിട്ടുള്ളൊരു പ്ലേസാണ്. വെറുതെ ഇരിക്കുന്ന ടൈമിലൊക്കെ ഈവനിങ്ങിനൊക്കെ വരാം, അടിപൊളി. അത്രേ ഉള്ളൂ, അതിനപ്പുറത്തോട്ടൊന്നുമില്ല. പിന്നെ ഫോട്ടോ എടുക്കാൻ നേരത്തെ പറഞ്ഞു തന്നെ കിടിലം പ്ലേസാണ്. നമ്മൾ ഫോട്ടോ എടുത്താൽ നല്ല ഈ സീനറി കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. ഗൈസ്, അപ്പൊ നമ്മൾ ഏതായാലും വീരമ്പുഴ വന്നിട്ട് ഇവിടെ മൊത്തം കറങ്ങി കണ്ടിട്ടോ. ഇവിടെ മെയിൻ ആയിട്ട് കാണാനുള്ള കാഴ്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന നമ്മുടെ കെട്ടും അതുപോലെ തന്നെ ഈ കാണുന്ന പുഴയും, ഇതിന്റെ രണ്ടിന്റെ ഇടയിൽ കൂടെ നമുക്ക് നടന്നു പോകാൻ വേണ്ടി ഇതുപോലുള്ള കൈവരി ഇഷ്ടംമാരുണ്ട് പാടത്തിന് അടുക്ക് കൂടി നടന്നു പോകാനായിട്ട്. അതാണ് ഇവിടെ മെയിൻ ആയിട്ട് കാണാനുള്ളത്. എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനേക്കാളും ബെസ്റ്റ് ആയിട്ടുള്ള പ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കടമ്പ്രയാറും അതുപോലെ തന്നെ നമ്മുടെ കടമക്കുടിയാണ് ഇതിനേക്കാളും ബെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിനേക്കാളും നല്ല ടോപ്പ് സ്ഥലമാണ് അതിലുണ്ട്. വേറെ നമ്മുടെ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഇവിടെ നമുക്ക് കൂടുതലായിട്ട് അങ്ങനെ കാണാനോ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് ഫോട്ടോഗ്രാഫർമാർ, അതായത് വെഡിങ് ഫോട്ടോ അതുപോലുള്ള കാര്യങ്ങൾ എടുക്കുന്നവർക്കും മാത്രം ഇവിടെ വന്നിട്ട് എന്താ പറയുക പ്രയോജനം ഉണ്ടാവുള്ളൂ. അല്ലാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ ഫ്രീ ടൈമിലൊക്കെ വൈകിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് എൻജോയ് ചെയ്യുക. അതായത് നല്ല ശുദ്ധവായു കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ശ്വസിക്കാനൊക്കെ പറ്റും കേട്ടോ. അതായത് വേറെ പ്രത്യേകിച്ച് എന്താ പറയുക പ്രത്യേകിച്ച് അങ്ങനൊന്നും ഇല്ല ഇവിടെ. ജസ്റ്റ് ഒരു പാടം അതിൽ നടന്ന് ജസ്റ്റ് നമുക്കൊന്ന് എൻജോയ് ചെയ്യാം. സിറ്റി ലൈഫിൽ നിന്ന് മാറിക്കണമെങ്കിൽ ജസ്റ്റ് അടിപൊളി. അത്രയും മാത്രം പറയാനുള്ളൂ. അല്ലാതെ കൂടുതലായിട്ട് പൊലിപ്പിച്ച് പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ ഈ സ്ഥലത്തിന് ഇല്ല കേട്ടോ. പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. അപ്പൊ ഏതായാലും നമ്മുടെ വീഡിയോ ഞാൻ ഏതായാലും ഇവിടെ നിർത്തുകയാണ്. കാരണം ഇതിൽ കൂടുതലായിട്ട് ഇവിടെ എനിക്കൊന്നും എടുക്കാനില്ല. അപ്പൊ നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.